നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2024 കന്നിമാസത്തിൽ 27 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ കുജൻ. ഒക്ടോബർ 20 കുജൻ കർക്കടകത്തിലേക്ക് സഞ്ചരിക്കും. ചിങ്ങത്തിൽ ബുധൻ സെപ്റ്റംബർ 23 കന്നിയിലേക്ക് സഞ്ചരിക്കും. കന്നിയിൽ രവി, ശുക്രൻ. രവി ഒക്ടോബർ 16 തുലാമിലേക്ക്. ശുക്രൻ സെപ്റ്റംബർ 18 തുലാമിലേക്കും ഒക്ടോബർ 13 വൃശ്ചികത്തിലേക്കും സഞ്ചരിക്കും. ശനി കുംഭത്തിൽ, സർപ്പൻ മീനത്തിൽ, കേതു കന്നിയിൽ. മേൽപ്പറഞ്ഞ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ സഞ്ചാരവും അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലങ്ങൾ അറിയാൻ കഴിയും. ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. കർമ്മഭാവാധിപൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമായതിനാൽ തൊഴിലിൽ ഉയർച്ചയും വരുമാന വർധനവും ഉണ്ടാകും. സർക്കാരിൽ നിന്നോ പൂർവികരിൽ നിന്നോ അപ്രതീക്ഷിത ധനം കയ്യിൽ വന്നു ചേരും. തൊഴിലിൽ ഉയർന്ന പദവിയിലേക്ക് പ്രൊമോഷൻ ലഭിക്കും. അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കും. നാനാതരത്തിൽ ധനം കയ്യിൽ വന്നു ചേരാനുള്ള സമയമാണ്. 11 ശനി പ്രതാപവും തേജസ്സും ഓജസ്സും സർക്കാർ ജോലിയും സമ്പത്തും നൽകും. മക്കളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ശത്രുക്കൾ ഇല്ലാതാകും. വിദ്യാർത്ഥികളുടെ പഠനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. കൃഷിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകും. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഉയർച്ചയുടെ കാലം തന്നെയാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. 7ാം ഭാവാധിപനായ ശുക്രൻ 7ൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. വിദേശ ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഭൂമി ലാഭത്തിന് വാങ്ങാൻ കഴിയും. ഭൂമി സംബന്ധമായ എല്ലാ തർക്കങ്ങളും തീരും. റിയൽ എസ്റ്റേറ്റുകാർക്ക് വൻ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ആരോഗ്യം മെച്ചമായിരിക്കും. ദമ്പതികൾക്ക് മധ്യമമായ സമയമാണ്. പ്രണയിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ കമിതാക്കൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കും. പൊതുവെ മേടക്കൂറുകാർക്ക് ദൈവാധീനമുള്ള സമയമാണ്. 2ലെ ഗുരു നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും. ദോഷശാന്തിക്ക് വേണ്ടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുകയും ചെയ്യണം. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. കർമ്മഭാവാധിപനായ ശനി കർമ്മഭാവത്തിൽ തന്നെ സഞ്ചരിക്കുന്നു. കർമ്മസിദ്ധി ഉണ്ടാകും. പക്ഷേ വരുമാനം അതിനനുസരിച്ച് ലഭിക്കുകയില്ല. ചിലവ് കൂടും. കർമ്മരംഗത്ത് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും. വിദേശ വ്യാപാരം ചെയ്യുന്നവർക്ക് നേട്ടമാണ് കാണുന്നത്. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി കുറച്ചു കാലമായി തകർന്നിരുന്ന ഇടവക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ജന്മവ്യാഴവും അഷ്ടമശനിയും വളരെ വിഷമിപ്പിച്ചിരുന്ന ഒരു സമയമാണ്. ജന്മവ്യാഴം വീണ്ടുന്ന സമയത്ത് ബുദ്ധി തോന്നിക്കാത്ത അവസ്ഥയുണ്ടാക്കും. അത് ശ്രദ്ധിക്കണം. കുട്ടികളുടെ പഠനത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഉദ്യോഗാർത്ഥികൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ജോലിയിൽ കയറി പറ്റാൻ കഴിയൂ. രാഷ്ട്രീയക്കാർക്ക് മെച്ചമായ സമയമാണ്. ശ്രദ്ധിച്ചാൽ സമർത്ഥന്മാരാകാൻ കഴിയും. എല്ലാവരിൽ നിന്നും ബഹുമാനം കിട്ടുന്ന ഒരു സമയമാണ്. ശത്രുക്കൾ കൂടാൻ സാധ്യതയുണ്ട്. കള്ളന്മാരെ സൂക്ഷിക്കണം. ചെറിയ രീതിയിൽ രോഗമുണ്ടാകാനും സാധ്യത കാണുന്നു. സെപ്റ്റംബർ 25 ശേഷം പൊതുവെ സമയം നല്ലതാണ്. സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. കലാകാരന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും കാലം അനുകൂലം തന്നെ. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും സമയം മെച്ചപ്പെട്ടതാണ്. ദോഷശാന്തിക്ക് വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനവും ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തുക. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. 10ാം ഭാവാധിപനായ ഗുരു 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മകാരകനായ ശനി ഭാഗ്യസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മരംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ കഴിയും. കർമ്മരംഗത്തെ ഒരു സുഖക്കുറവ് ഉണ്ടാകും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. കഠിനാധ്വാനം വേണ്ടി വരും. ചിലവുകൾ കൂടും. നാട്ടിലുള്ള ബിസിനസ്സുകാർക്ക് അത്ര ലാഭകരമായ സമയമല്ല. എന്നാൽ വിദേശത്തുള്ള ബിസിനസ്സുകാർക്ക് സമയം മെച്ചമാണ്. നാട്ടിലുള്ളവർ പുതിയ ബിസിനസ്സുകൾ ഉടനെ തുടങ്ങരുത്. ഉദ്യോഗാർത്ഥികൾക്കും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ശത്രുശല്യം ഉണ്ടാകാതെ സൂക്ഷിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വിദ്യാർത്ഥികൾക്ക് സമയം നല്ലത് തന്നെയാണ്. ആരോഗ്യം മെച്ചമായിരിക്കും. വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കണം. ദമ്പതികൾക്ക് ജീവിതം അത്ര സുഖകരമല്ല.
എന്നാൽ പ്രണയിക്കുന്നവർക്ക് സമയം വളരെ മെച്ചമാണ്. പ്രണയം വിവാഹത്തിലെത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ ഉള്ള സമയം തന്നെയാണ്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി പല നല്ല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാക്കും. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകും. ദോഷശമനത്തിന് വേണ്ടി ഗുരുവായൂരപ്പൻ്റെ കീർത്തനങ്ങൾ നിത്യവും ജപിക്കുക. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. അടുത്തതായി കർക്കിടകൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. പുണർതങ്ക, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. കർമ്മഭാവാധിപൻ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മരംഗത്തെ കഠിനാധ്വാനവും അലച്ചിലും അമിത പണച്ചെലവും ഉണ്ടാകും. ശത്രുക്കൾ നിമിത്തം കർമ്മവിഘ്നം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. ധനം ധാരാളമായി കയ്യിൽ വന്നുകൊണ്ടിരിക്കും, എന്നാൽ ചെലവും ഉണ്ടായിരിക്കും. പക്ഷേ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു ദൈവാധീനം നൽകുന്നു. ധനവൃത്തിയും സ്ഥാനമാന ലാഭവും ശത്രുഹാനിയും കാര്യവിജയവും നൽകുന്നു. ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ്സുകൾ ഉടനെ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ തർക്കമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വൻ വിജയമാണ് കാണുന്നത്. സന്താനങ്ങളുടെ വിവാഹം നടക്കും. ഭൂമി ക്രയവിക്രയങ്ങളിൽ അനുകൂല സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് കഠിനാധ്വാനം കൊണ്ട് ജോലികൾ ലഭിക്കാം. രോഗദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ആശ്വാസം ലഭിക്കും. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം പോസിറ്റീവായി നടക്കുന്ന സമയമാണ്. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും അത്ര നല്ല സമയമല്ല. ദോഷശാന്തിക്ക് വേണ്ടി ദേവീക്ഷേത്ര ദർശനം നടത്തുക. അയ്യപ്പന് നീരാഞ്ജനവും നടത്തുക. അടുത്തതായി ചിങ്ങൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. മകം, പൂരം, ഉത്തരങ്കാല എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. 10ാം ഭാവാധിപൻ 3ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയുണ്ടാകും. കണ്ടകശനി ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അതെല്ലാം ഉത്സാഹത്തോടെ തരണം ചെയ്യാൻ കഴിയും. സാമ്പത്തികമായി ശാരീരികമായി മെച്ചപ്പെട്ട സമയമാണ് നിങ്ങൾക്ക്. ഉദ്യോഗസ്ഥർക്ക് ഉത്സാഹത്തോടെ ജോലി ചെയ്യാൻ കഴിയും. ജോലിസ്ഥലത്തെ മികച്ച അനുഭവങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ലഭിക്കും. ബഹുജന സമ്പർക്കത്തിലുള്ളവർക്കും IT മേഖലയിലുള്ളവർക്കും വളരെ മെച്ചമായ സമയമാണ്. വീട്, ഭൂമി എന്നിവ കയ്യിൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ്. വൻപിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. കലാരംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. 7ലെ ശനി അലച്ചിലുണ്ടാക്കും. ദുർജനങ്ങളുടെ സംസർഗം ഉണ്ടാകാതെ സൂക്ഷിക്കുക. ആരോഗ്യം മെച്ചമായിരിക്കും. 2ലെ രവി അന്യന്മാർ ചതിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. ആർക്കും കടം കൊടുക്കരുത്. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും മധ്യമമായ സമയമാണ്. ദോഷശമനത്തിന് വേണ്ടി ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും ദേവീക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. അടുത്തതായി കന്നിരാശി. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. സെപ്റ്റംബർ 23 ശേഷം 10ാം ഭാവാധിപൻ ലഗ്നഭാവത്തിലേക്ക് സഞ്ചരിക്കും. കാര്യങ്ങൾ വളരെ മെച്ചപ്പെടും. ധനവൃദ്ധിയും കർമ്മപുഷ്ടിയും ഉണ്ടാകും. കവിതാവാസനയും സാഹിത്യവാസനയും ഉള്ളവർക്ക് ഉയർച്ചയുടെ കാലമാണ്. സംഗീതം, നൃത്തം, അഭിനയം എന്നീ കലകളിൽ വാസനയുള്ളവർക്ക് എഴുത്തുകാർക്കും ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പ്രോത്സാഹനം ലഭിക്കും. അധ്യാപകർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ആദരവ് ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനുകൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 23 കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന ബിസിനസ് പുനരാരംഭിക്കാൻ കഴിയും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമയം നല്ലതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ആരോഗ്യം മെച്ചമായിരിക്കും. ദമ്പതികൾക്ക് സമയം വളരെ മെച്ചമാണ്. പ്രണയിക്കുന്നവർക്ക് മധ്യമമാണ് സമയം. കലഹമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷപരിഹാരങ്ങൾക്കായി ദേവീക്ഷേത്ര ദർശനവും മഹാവിഷ്ണുവിന് പാൽപ്പായസവും നടത്തുക. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ കന്നിമാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചത്. ശേഷമുള്ള നക്ഷത്രക്കാരുടെ ഫലം അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും വീണ്ടും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.